59-ലാണെന്ന് തോന്നുന്നു ഒന്നാം ക്ലാസ്സിൽ പോകുന്നത്. ഒന്നാം ക്ലാസ് ജോയിൻ ചെയ്ത്. അപ്പോൾ ഗവൺമെൻറ് എൽ പി എസിലെ 4ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 10 വയസ്സ് കഴിഞ്ഞ് വായനശാല സ്കൂളിൽ 5ാം ക്ലാസ് മുതൽ അവിടെ പഠിക്കുകയായിരുന്നു. അവിടെ പോകുന്ന സമയത്ത് തന്നെ രാവിലെ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു വല്ലം പോച്ചയും പറിച്ച് വെച്ചിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ അപ്പച്ചൻ വിടത്തില്ലെന്നല്ല പറയും, ചെയ്തെങ്കിലേ വെക്കൂ. അങ്ങനെ അതൊക്കെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോകുമ്പോൾ തന്നെ സ്കൂളിൽ പോയി പഠിക്കാനൊക്കെ ഞാൻ തീരെ മോശമല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും എന്നെ പൊക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. അതുപോലെ സ്കൂളിൽ ഉച്ചയ്ക്ക് കിട്ടുന്ന ലെഷർ ഒരു മണിക്കൂർ ലഞ്ച് ടൈം ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് എവിടെയെങ്കിലും പോയി തോലൊടിക്കും. ആടുമുണ്ട്, ഞങ്ങൾക്ക് ആടൊക്കെ ഉണ്ടായിരുന്നു. തോലൊടിച്ച് വെച്ചേക്കും. ഈ ഉച്ചയ്ക്ക് റെസ്റ്റ് സമയത്ത് പോയി തോലൊടിച്ച് വയ്ക്കും. കാരണം അല്ലെങ്കിൽ വൈകിട്ട് വന്നിട്ട് പിന്നെ ആട് തീറ്റി ഉണ്ടാക്കണം. അതിന് ഭേദം ഉച്ചയ്ക്ക് 1 മണിക്കുള്ള സമയത്ത് അവിടെ താഴെ കാടും മലയും തോലൊക്കെ കിട്ടുമായിരുന്നു അവിടെ വായനശാല സ്കൂളിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ തോലടിച്ച് വെച്ചേക്ക്. വൈകിട്ട് പുസ്തകം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തോലും വെച്ചുകൊണ്ടാണ് വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്നിട്ട് പിന്നെ പശുവൊക്കെ ഉണ്ട്. പശുവിനെയൊക്കെ തീറ്റാൻ കൊണ്ടുപോകണം. അത് കൊണ്ട് ജോലിയുടെ രസമായിരുന്നു. അന്നത്തെ കാലമാണോ ഇന്നത്തെ കാലമാണോ നല്ലതായിട്ട് തോന്നുന്നത്? അല്ല, സത്യത്തിൽ അന്നത്തെ കാലമാണ് നല്ലതായിട്ട് തോന്നുന്നത്. ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അല്ല, ഓർക്കുമ്പോൾ കുട്ടിക്കാലമാണ് നല്ല കാലമായിട്ട് തോന്നുന്നത്. ഈ പണ്ട് കൂടെ പഠിച്ച കൂട്ടുകാരെയൊക്കെ ഇപ്പം കാണാറുണ്ടോ? കൂട്ടുകാരെയൊക്കെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ചിലരെയൊക്കെ കാണുന്നുണ്ട്, കാണാൻ കഴിവത് ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ സ്കൂളിലൊക്കെ പഠിച്ച ചിലരെയൊക്കെ കാണാൻ പലരും പല ജോലിയൊക്കെ കിട്ടി പലയിടത്തേക്ക് പോയി. പക്ഷേ പഴയ കൂട്ടുകാരെ എനിക്ക് എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചവരെ, അല്ലെങ്കിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ചവരെ, BSc പഠിച്ചവരെയൊക്കെ ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുക, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. കൂട്ടുകാരെ കാണുന്ന എൻ്റെ സന്തോഷമാണ്. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓർക്കാൻ വേണ്ടി. അങ്ങനെ അന്ന് വളരെ സന്തോഷമായിരുന്നു. ഇന്നും പ്രശ്നമൊന്നുമില്ല. എന്നാൽ തന്നെയും ആ ഒരു പരസ്പര ബന്ധങ്ങളില്ല. പണ്ടത്തെ പോലത്തെ ബന്ധങ്ങളില്ല. നമ്മൾ പഴയ കാലത്ത് അന്നത്തെ കാലത്തായിരുന്നെങ്കിൽ എല്ലാവരും അതിർവരമ്പുകളില്ല. ഒരു വീടിന് കോമ്പൗണ്ട് വാളില്ല, കോമ്പൗണ്ട് വാള് ഇല്ല, ഒന്നുമില്ല. നമ്മളൊരു വീട്ടിൽ കയറി എന്തെങ്കിലും വർത്തമാനം പറഞ്ഞ് അവിടെ മുറ്റത്ത് തന്നെ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കുറേ നേരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് സന്തോഷമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് പിരിയുമായിരുന്നു. ഇപ്പം അങ്ങനെ പോകാനുള്ള ഇതില്ല. എല്ലാവരും മതിലും കയറ്റി ഇട്ടേക്കുക, വീട്ടിനകത്ത് ഇരിക്കുക. അത് തന്നെ ഒരു വീട്ടിലോട്ട് ഇന്ന് കയറണമെങ്കിൽ അനുവാദം വാങ്ങിച്ച് കയറേണ്ട രീതിയിലാണ്, അപ്പോയിൻമെൻ്റ് എടുത്ത് പോകേണ്ട രീതിയില്ല. അല്ലെങ്കിൽ ഫോൺ വിളിക്കണം. അവർ പുറത്തോട്ട് അങ്ങനെ കാണത്തൊന്നുമില്ല. ഓർക്കുമ്പോൾ കുട്ടിക്കാലം തന്നെ ഏറ്റവും സന്തോഷം. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴേ ഇവിടെ നിന്നൊക്കെ ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. പിള്ളേരെല്ലാം കൂക്കും വെളിയും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അടിയൊക്കെ കൂടി തിരിച്ചു വരുമ്പോഴും അതുപോലെ തന്നെ. അവരൊക്കെ ഓർത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പണ്ടത്തെ കൂട്ടുകാരെ കാണുമ്പോൾ ഇപ്പം എല്ലാവരും ഭയങ്കര കാര്യവും സ്നേഹമൊക്കെയാണോ? ഇപ്പോഴേ പിള്ളേരെ കാണുമ്പോഴൊക്കെ വലിയ സ്നേഹമൊക്കെയാണ്. ഇപ്പോഴും പഴയ കാര്യങ്ങളെല്ലാം ഓർത്തോർത്ത് ഇങ്ങനെ ഇരിക്കും. ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കും. പിന്നെ ഇപ്പം അന്നില്ല, രാവിലെ കൃഷിയൊക്കെ വീട്ടു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം സ്കൂളിൽ പോയല്ലേ? പോച്ചയൊക്കെ പറിച്ച് പോച്ച കല്ലിയൊക്കെ ഇട്ടൊക്കെയാണ് സ്കൂളിൽ പോകുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അവര് സുഖിച്ചാ പോകുന്നത്. ഇപ്പൊ പണ്ടത്തെ കാലമാണോ അതോ ഇപ്പോഴത്തെ കാലമാണോ നല്ലത്? പണ്ടത്തെ കാലം എനിക്ക് തോന്നുന്നത് നല്ലത്. ഇപ്പം പിന്നെ ഇത്തിരി അഭിവൃദ്ധിയിലൊക്കെ ആയി എന്ന് വിചാരിച്ച പണ്ടത്തെ ആ ഒരു സ്നേഹ സ്വഭാവമൊന്നും ഇപ്പം ഇല്ല. പണ്ടത്തെ ജീവിതം ഇപ്പോഴത്തെ ജീവിതമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അന്നത്തെ കാലമൊന്നുമല്ല ഇപ്പം. എല്ലാത്തിനും മാറ്റങ്ങളൊന്നുമില്ലയോ. ആ ജീവിതമൊന്നും ഇനി കിട്ടത്തുമില്ല. അങ്ങനെ ഇപ്പോഴത്തെ കണ്ടീഷൻ. പണ്ട് സ്കൂളിൽ പോകാൻ വഴികളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പണ്ട് പറങ്കാവിൻ്റെ അടിയിൽ കൂടെ ഒക്കെയാണ് പോകുന്നത്. കാരണം പറങ്കണ്ണി കിട്ടും, സ്കൂളിലും പോകാം. അവിടെ കഞ്ഞിയൊന്നുമില്ല. പിന്നെ ഗാന്ധി ജയന്തിക്ക് ഒരു 7 ദിവസത്തെ ചാപ്പാട് കിട്ടും സ്കൂളിൽ നിന്ന്. അതിന്റെ ജോലിയുണ്ട് അവിടെ. ഇഷ്ടംപോലെ ആ മണ്ണെല്ലാം എടുത്ത് ഇങ്ങോട്ട് മാറ്റണം, ഇവിടുന്ന് അങ്ങോട്ട് മാറ്റണം. അതൊക്കെ രസമായിരുന്നല്ലേ? രസം എന്ന് പറയാൻ അടിപൊളി രസമായിരുന്നു. ഇന്നത്തെ പിള്ളേർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും പള്ളിക്കൂടത്തിൽ പോകാനും ഒരു സന്തോഷമായിരുന്നു അന്ന്. ഇങ്ങനെയൊക്കെയാ പോയതന്ന്. വീട്ടിലും ജോലിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമായിരുന്നു. അതാണ്. അല്ലെങ്കിൽ വയറ്റുള്ള കഞ്ഞി ഇല്ലാതാവും. ആടുണ്ടതിന് തോല് വെട്ടി വെക്കണം. പശു ഉണ്ടെങ്കിൽ അതിന് വേണം. ഇതൊക്കെ ചെയ്തെങ്കിലേ നമുക്ക് അന്ന് സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ എന്തായാലും കഴിക്കാൻ കിട്ടത്തുള്ളൂ. നേരത്തെ നമ്മൾ പറയാം, മൂപ്പിലാൻ പറയാം നമ്മളോട് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ കൊടുത്തോന്നൊക്കെ.
അങ്ങനെയൊക്കെ അതൊന്നും മറക്കാൻ ഒക്കത്തില്ല. എന്നാലും അതൊരു ഓർക്കുമ്പോൾ രസമല്ലേ പണ്ടത്തെ കാര്യങ്ങൾ. ഭയങ്കര രസമില്ലയോ ആ കാലം ഇനി കിട്ടുമോ? പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കിലോമീറ്ററോളം നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ കുട്ടികൾക്ക് ഇന്ന് വീട്ടുപാതൊക്കെ വണ്ടി വരും, സ്കൂളിൽ അവിടെ കൊണ്ടാക്കും, തിരിച്ച് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ഞങ്ങൾ സ്കൂളിൽ പോയി വല്ല കഷ്ടപ്പെട്ടു. അന്ന് ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. ഞങ്ങളെ അമ്മയൊക്കെ കശുവണ്ടി ഫാക്ടറിയിൽ പോയി ജോലി ചെയ്ത് ഞങ്ങളെ ഒരു നേരത്തെ ആഹാരം തരുന്നു. ഒരു നേരത്തെ ആഹാരം തരാൻ പോലും ഒന്നും പൈസ കിട്ടത്തില്ല. പിന്നെ അതൊക്കെ ഞങ്ങൾ സഹിച്ച് അത് കഴിഞ്ഞ് 10ാം ക്ലാസ് വരെ പോകാൻ പോലും പറ്റില്ല. ഇന്നത്തെ എല്ലാ ബുദ്ധിമുട്ടുള്ള കാലമല്ലായിരുന്നു അന്ന്. അന്ന് നടന്നു പോകാനുള്ള വഴി പോലും ഇല്ല. അന്ന് ഈ ഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വരമ്പിൽ കൂടെ വേണം പോകേണ്ടത്. മഴ പെയ്താൽ തെറ്റി വയൽ വീഴും. അങ്ങനെയുള്ള കാലഘട്ടങ്ങളാണ്. ഇന്ന് എല്ലാ മുക്കിനും മൂലയും നല്ല റോഡുകളായി അല്ലേ? റോഡുകളായി. അന്ന് റോഡൊന്നും ഇല്ല. അങ്ങനെയുള്ള കഷ്ടപ്പെട്ട കാലമായിരുന്നു. പണ്ടത്തെ കൂട്ടുകാരൊക്കെ കാണാറുണ്ട് ഇപ്പം? ഉണ്ട്. അപ്പൊ ഈ ഇരിക്കുന്ന കൂട്ടുകാരനാണോ? അധ്യാപകനാണ് ഇന്നത്തെ. അപ്പം വൈകിട്ട് വന്നിരുന്ന് ഇതേപോലെ നമ്മളെ പഴയ ആൾക്കാരോടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയും. ഒരു സന്തോഷം അത്. പഴയ കുട്ടിക്കാലമൊക്കെ ഓർത്ത് ഒരു സന്തോഷം ഉണ്ടല്ലേ? അപ്പോൾ അങ്ങനെ പറയാം. ഇപ്പോഴത്തെ കാലത്തെ വെച്ച് നോക്കുമ്പോൾ പഴയ കാലം തന്നെ ആയിരുന്നു നല്ലതല്ലേ? അന്ന് വഴക്കൂല, ചണ്ടയില്ല, സഹകരണമുണ്ട്, സ്നേഹമുണ്ട്. ഒരാൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ സഹായിക്കാൻ ആളുകൾ വരും. ഇന്നത്തെ കാലം അതല്ല. അല്ല, ഇന്ന് അപ്പുറത്തെ വീട്ടിലോട്ട് തമ്മിൽ അറിയത്തുപോലും ഇല്ല. അങ്ങനെയുള്ള കാലമാണ്. പിന്നെങ്ങനെ ആ കാലഘട്ടം ഈ കാലഘട്ടം ഒരുപാട് വ്യത്യാസമുണ്ട്. എന്തായാലും നമ്മൾ ഏത് കാലഘട്ടത്തിലും ജീവിച്ചല്ല പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് നേരെ കൊട്ടറയിൽ നിന്ന് ഇറങ്ങി കൊട്ടറ വയലിലിറങ്ങി ഏലാം അതിലേക്ക് കൂടെ നടന്ന് വള്ളാക്കോട് വഴി. ഏത് സ്കൂളിലാണ് പഠിച്ചേ? മയിലോട് സ്കൂളിൽ. വള്ളാക്കോട് വഴി നെയ്തോട്ടുകൂടെ ചെന്ന് പിയ്യപ്പള്ളി ജംഗ്ഷനിൽ കയറിയും വെച്ചും അവിടെ ചെല്ലുമ്പോഴത്തേന് കൂട്ടുകാരെല്ലാം കൂടും. പിയ്യപ്പള്ളി ജംഗ്ഷനിൽ ചെന്നിട്ട് 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ മയിലോട് പള്ളിക്കൂടി ചെന്നിട്ടുണ്ട്. അന്ന് അടുത്ത് ഈ മയിലോട് സ്കൂൾ മാത്രമല്ല, മയിലോട് സ്കൂളുണ്ട്. അപ്പോൾ എല്ലാ പിള്ളേരും എല്ലാവരും ഒരുമിച്ച് പോവുകയും വരികയൊക്കെ ചെയ്യുന്നല്ലോ. അതൊക്കെ ഒരു സന്തോഷമായിരുന്നു. പക്ഷെ ഇന്ന് പിള്ളേർ വീടിന് മുമ്പിൽ നിന്ന് ബസ് കയറുന്നു, ആ സ്കൂളിൽ ചെന്നിറങ്ങുന്നു. കൊട്ടറ വായനശാല പള്ളിക്കൂടം ഞാൻ മയിലോട് ചെന്നതിൻ്റെ പിറ്റേ കൊല്ലാണ് വായനശാല കൊട്ടറ പള്ളിക്കൂടത്തിൽ ഹൈസ്കൂളാവുന്നു. കാലത്ത് അരിക്ക് ക്ഷാമമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ആ ക്ഷാമകാലത്ത് നാഴി അരി മേടിച്ച് അരി ചീക്കിലിട്ട് ചതഞ്ഞ് എണ്ണി അടപ്പയിൽ ഇട്ടിട്ട് 10-100 അരി അടപ്പയിൽ എണ്ണയിടും. എണ്ണയിട്ടിട്ട് കഞ്ഞിവെള്ളം തള്ളമാരും തന്തമാരും ഉപയോഗിച്ചിട്ട് അതിൻ്റെ ചോറ് കൊച്ചുങ്ങൾക്ക് തരും. എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പം ആർക്കും വേണ്ട, ചോറൊക്കെ എടുത്ത് കളയുക. പഴയ കാലത്ത് ചീനി വേല ചെയ്യാൻ ആളില്ലാത്ത സമയത്ത് ചീനി വേല ചെയ്ത് ഉണ്ടാക്കിയ ചീനി കമ്പയിൽ കയറിയിരുന്ന് കുലുക്കി പൊഴിഞ്ഞ് അത് എടുത്ത് ഒരു ചീനി ഇരുമ്പിനെ അറുത്തെടുത്ത് കൊണ്ടുചെന്ന് അയൽ വീട്ടിൽ കൊടുത്ത് അത് തോരൻ വെച്ച് എനിക്കും തന്നിട്ടുണ്ട്, അവരും കഴിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കാലഘട്ടം ഉണ്ടായിരുന്നു. ഉടുതുണിക്ക് മറുപണിയില്ലാത്ത സമയത്ത് നെയ്ത്തുശാലയിൽ പോയി കൂട്ടിക്കെട്ടിയ തുണി മേടിച്ചുകൊണ്ട് വന്ന് എൻ്റെ അമ്മയെക്കൊണ്ട് തയ്യൽ കൂട്ടിത്തയ്ച്ച് നെറ്റിച്ചട്ടയും ഉടുപ്പിട്ട് പെൺകൊച്ചുങ്ങൾ വളർന്ന കാലമുണ്ടായിരുന്നു. പണ്ട് ഒരുപാട് ക്ഷാമമുള്ളൊരു കാലം കാലമായിരുന്നു അന്ന്. ഇപ്പം സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആർക്കും കഴിക്കാൻ വയ്യാത്ത പാട്. പക്ഷെ ആരും കഴിക്കുന്നില്ല. എല്ലാം വേസ്റ്റാക്കി കളയുക. മാത്രമല്ല ഇപ്പം തുണിയാണെങ്കിൽ ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ ആളുകൾക്ക്. മറ്റേത് അന്ന് ഇല്ല, ഒരു തുണി അത് കഴുകി ഇട്ടിട്ട് വേണം അടുത്ത തുണി അത് ഉടുക്കാനൊക്കെ. ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. പള്ളിക്കൂടത്തിൽ പോയിട്ട് വരുമ്പോൾ എൻ്റെ നിക്കർ അഴുക്ക് പറ്റിയെങ്കിൽ അത് മഴക്കാലമാണെങ്കിൽ അത് കഴുകി പുകയത്ത് കൊണ്ടുവച്ച് ഉണക്കിയെടുത്തും വെച്ചാൽ പിറ്റേന്ന് കാലത്തെ പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ ഇവിടുന്ന് കൊട്ടറയിൽ നിന്ന് നടന്ന് മയിലോട്ട് അരമണിക്കൂർ കൊണ്ടാണ് മയിലോട് വരെ പോയി പഠിച്ചത്.